ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു അടിപൊളി ഐറ്റമാണ്. ഇത് എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലോട്ട് പോകാം. ഇനി ഞാനിവിടെ കപ്പലണ്ടി വറുത്ത് തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതൊരു 3 കപ്പ് അളവിൽ കപ്പലണ്ടി എടുക്കാം. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു 2 കപ്പ് ഉണക്കലരി എടുക്കാം. അപ്പോൾ 2 കപ്പ് ഉണക്കലരി എടുത്തതിന് ശേഷം അത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അപ്പോൾ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൽ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഒരു അരിപ്പയിലേക്ക് ഇതൊന്ന് വറുത്ത് വെക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ അരി നമുക്കവിടെ കഴുകിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു 2 കപ്പ് തേങ്ങ ചിരകിയതും എടുക്കാം. ഇനി ഒരു 6 ക്യൂബ് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയിട്ട് എടുക്കാം. അപ്പോൾ ശർക്കര മെൽറ്റ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ശർക്കര മെൽറ്റാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ ശർക്കരക്ക് ചൂടുണ്ടാവാനായിട്ട് പാടില്ല. നല്ല തണുത്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം, ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. തീ കുറച്ച് വെക്കരുത്, നല്ല ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് തന്നെ ഇത് വറുത്തെടുക്കുക. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഞാൻ അരിയും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരി വറുത്തത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇവിടെ ശർക്കര നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കലാണ് അടുത്ത പണി. ഇനി ഗ്രൈൻഡറിലേക്ക് നമുക്ക് ആദ്യം കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കുക. ഒരുപാട് അരഞ്ഞു പോവാതെ കപ്പലണ്ടി പൊടിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ 2 പ്രാവശ്യമായിട്ട് ഞാൻ കപ്പലണ്ടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി വറുത്തത് പൊടിച്ചെടുക്കാം. അപ്പോൾ അരി വറുത്തത് നല്ല സ്മൂത്തായിട്ട് നല്ല നൈസ് പൊടിയായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ അരി വറുത്തത് പൊടിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മിക്സി പെട്ടെന്ന് ചൂടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പൊടിച്ചിട്ട് മിക്സി ചൂടാവുകയാണെങ്കിൽ അതൊന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ട്രിപ്പ് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ അരി നല്ല നൈസ് പൗഡറായിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 2 കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാതും കൂടെ എല്ലാ ഭാഗത്തേക്കാവുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തേങ്ങയും കപ്പലണ്ടിയും അരി വറുത്ത പൊടിയും എല്ലാം കൂടെ മിക്സ് ആവുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം ശർക്കര പാനി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ ചൂടുണ്ടാവാൻ പാടില്ല. ചൂടുണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ നല്ലോണം ചൂടാറി കഴിഞ്ഞതിന് ശേഷം ശർക്കര ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ നമുക്കിത് കയ്യിലിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നതായിട്ട് കാണാം. അപ്പോൾ കപ്പലണ്ടിയുടെ ഒക്കെ ഓയിൽ ഇതിൽ തെളിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മളിത് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ച് മിക്സാക്കി എടുത്തതിന് ശേഷം ഇത് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള ബോളുകളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള ബോളുകളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇത് കപ്പലണ്ടി വെച്ചിട്ട് ആണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാഷ്യൂനട്ട് വെച്ചിട്ടും ഇതേ രീതിക്ക് തന്നെ കാഷ്യൂനട്ട് വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിലും അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്